നമസ്കാരം. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ കവിതയിലേക്കാണ് പ്രവേശിക്കുന്നത്. കവിതയുടെ പേരാണ് ഭൂമിക്ക് ഒരു ചരമഗീതം. കവിതയുടെ പേരെന്താണ്? ഭൂമിക്ക് ഒരു ചരമഗീതം. എന്താണ് ചരമഗീതം? ചരമഗീതം എന്ന് പറഞ്ഞാൽ ശോകഗാനം അല്ലെ വിലാപഗാനം എന്നൊക്കെ പറയാം. ഇതെന്തിനാണ്, എപ്പോഴാണ് ചെയ്യുന്നതെന്നറിയാമല്ലോ നമുക്ക്. മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള ഒരു കൂദാശയാണ് അല്ലെ ഒരു കർമ്മമാണ്. മരിച്ചു കഴിയുമ്പോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു കർമ്മം. ഇവിടെ നമ്മുടെ മരിച്ചു കൊണ്ടേയിരിക്കുന്നതായ ഭൂമിക്ക് വേണ്ടി ചരമഗീതം പാടിയ കവി ആരാണ്? പ്രൊഫസർ ONV കുറുപ്പ് സാറാണ്. നമുക്കേറെ പരിചിതനായ കവിയാണ് പ്രൊഫസർ ONV കുറുപ്പ്. എങ്കിലും ചിലത് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഈ കവിത പഠിക്കുന്ന സമയത്ത് ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. കൊല്ലം ജില്ലയിലെ ചവറയിൽ 1931 ഒറ്റപ്ലാക്കൽ കുടുംബത്തിൽ ON കൃഷ്ണക്കുറുപ്പിൻ്റെയും K ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും 3 മക്കളിൽ ഇളയയാളായി ജനിച്ച ONV കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ്. 8ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കൊല്ലത്ത് തന്നെയാണ് നടത്തിയത്. 1982 മുതൽ 1987 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു അദ്ദേഹം. കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1957 മുതൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ 2007 ജ്ഞാനപീഠം അവാർഡ് ജേതാവാണ്. 1998 പത്മശ്രീ നേടി. 2011 പത്മവിഭൂഷൺ നേടി. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രൊഫസർ ONV കുറുപ്പിനെ പറ്റി വളരെ നന്നായിട്ട് നമുക്കറിയാം. കൊല്ലം ജില്ലയിലായതുകൊണ്ട് നമുക്ക് ഏറെ അദ്ദേഹത്തെ പരിചയമുണ്ട്. ആധുനിക കവിതകളെ സാധാരണക്കാരിൽ എത്തിക്കാനായിട്ട് മുന്നിൽ നിന്നവരിൽ പ്രമുഖനായ ഒരു കവിയായിരുന്നു പ്രൊഫസർ ONV കുറുപ്പ്. ONV കുറുപ്പ് തന്നെ സ്വയം ചൊല്ലി അവതരിപ്പിച്ചതായ കവിതകൾ ആസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കവിതാ പാരായണത്തിനായിട്ടൊക്കെ നമ്മൾ ചൊല്ലാൻ വളരെ സുന്ദരമായിട്ട് ആലപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ കവിതാരചന തുടങ്ങിയതാണ്. ആദ്യ കവിത മുന്നോട്ട് എന്ന് പറയുന്ന കവിത 15ാമത്തെ വയസ്സിലാണ് അദ്ദേഹം രചിച്ചത്. 1949 പുറത്തിറങ്ങിയതായ പൊരുതുന്ന സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമായിട്ട് കരുതുന്നത്. ആദ്യകാലത്തൊക്കെ അദ്ദേഹം സിനിമയിൽ ഗാനം എഴുതുമ്പോൾ ബാലമുരളി എന്ന പേരിലാണ് സിനിമാ പാട്ട് രചിച്ചിരുന്നത്. എന്നാൽ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ചിത്രം മുതൽ ONV എന്ന പേരിലാണ് എഴുതിയിരുന്നത്. പൊരുതുന്ന സൗന്ദര്യം, മയിൽപ്പീലി, അക്ഷരം, കർത്തപക്ഷിയുടെ പാട്ട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. അനേകം ചലച്ചിത്ര ഗാനങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ഇന്ദ്രനീലിമയോലം ഈമിഴിപ്പൊയ്കകളിൽ, ശ്യാമസുന്ദര പുഷ്പമേ, ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഇതൊക്കെ പരിചിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങളാണ്. ഏറെയുണ്ട്, അതിൽ ചിലത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നെങ്കിലും സാംസ്കാരിക മണ്ഡലത്തിൽ സജീവ സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നു. 2016 ജനുവരി തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പാകിസ്ഥാനി ഗസൽ മാന്ത്രികൻ ഗുലാം അലിയുടെ കച്ചേരിയാണ് അവസാനം അദ്ദേഹം പങ്കെടുത്തതായിട്ടുള്ള പൊതുപരിപാടി. വീൽ ചെയറിലായിരുന്നു അന്ന് പരിപാടിക്ക് എത്തിയിരുന്നത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള അദ്ദേഹം 2016 ഫെബ്രുവരി 13 വൈകിട്ട് 4:30 84ാമത്തെ വയസ്സിൽ ഹൃദയസ്തംഭനം മൂലം മരിക്കുകയാണ് ചെയ്തത്. മൃതദേഹം സ്വവസതിയായ വഴുതക്കാട്ടെ ഇന്ദീവരത്തിലും VJT ഹാളിലും ഒക്കെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. ONV തന്നെ നാമകരണം ചെയ്തതായിട്ടുള്ള തൈക്കാട് ശാന്തി കവാടത്തിൻ്റെ ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയാണ് സംസ്കാരം നടന്നത്.
ഈ സമയത്ത് യേശുദാസിൻ്റെ നേതൃത്വത്തിൽ 84 ഗായകർ അദ്ദേഹം ജീവിച്ചതായി 84 വർഷങ്ങളെ പ്രതിനിധീകരിച്ച് കവിതകളും ഗാനങ്ങളും ഒക്കെ ആലപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ONV കുറുപ്പിനെ കുറിച്ച് നമുക്കറിയാവുന്നതായ കാര്യങ്ങളാണ്. എങ്കിലും നമ്മൾ ഈ കവിത പഠിക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ചതാണ്. അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റേതായ കവിതകളെക്കുറിച്ചും ഒക്കെ ഒന്ന് ഓർമ്മിക്കുന്നതും അല്ലേ. ആ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത് ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കവിതയാണ്. അല്പാൽപമായി മരിച്ചുകൊണ്ടേയിരിക്കുന്നതായ ഭൂമിക്ക് കവി ചരമഗീതം പാടുകയാണ്. ഭൂമിക്കൊരു ചരമഗീതം എന്ന ഈ കവിത കവി എഴുതുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തെ പറ്റി. പേര് പോലെ തന്നെ നിശബ്ദമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. സാധാരണ വനങ്ങളിലെ പോലെ ഒരു ചീവേടുകൾ പോലും സൃഷ്ടിക്കുന്നതായ ശബ്ദം അവിടെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. നിശബ്ദമായ താഴ്വര. അപ്പം നിശബ്ദമായ താഴ്വര ആയിരുന്നെങ്കിൽ തന്നെ നാനാജാതി പക്ഷികളും പ്രാണികളും മൃഗങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വളരെ പഴക്കമുള്ള ഒരു വനമായിരുന്നതിനാൽ തിരിച്ചറിയാൻ കഴിയാത്തതായിട്ടുള്ള ആയിരക്കണക്കിന് ജീവജാലങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, കുട്ടിത്തേവാങ്ക്, പുള്ളിപ്പുലി അങ്ങനെ പറയുന്നതായിട്ടുള്ള ധാരാളം ജീവജാലങ്ങൾ ഈ കാടിനെ അലങ്കരിച്ചിരുന്നു. എന്നാൽ 1975 കാലഘട്ടത്തിൽ കേരള വൈദ്യുതി വകുപ്പ് സൈലൻറ്റ് വാലിയിൽ കൂടി ഒഴുകുന്നതായിട്ടുള്ള കുന്തിപ്പുഴയിലെ പാത്രക്കടവ് എന്ന് പറയുന്നതായ ഭാഗത്ത് ഒരണക്കെട്ട് നിർമ്മിക്കാനായിട്ട് പദ്ധതിയിടുകയാണ് ചെയ്തത്. ഹെക്ടർ കണക്കിന് മഴക്കാടുകൾ വെള്ളത്തിനടിയിലാകുമെന്ന കാരണത്താൽ ഈ സമയത്ത് പ്രകൃതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുകയാണ് ചെയ്തു. സൈലൻറ്റ് വാലിക്ക് വേണ്ടി ശബ്ദിച്ചതായിട്ടുള്ള അനേകം പേരാണ് ഉണ്ടായിരുന്നത്. അതായത് വിദ്യാർത്ഥികൾ, അധ്യാപകർ, ശാസ്ത്രജ്ഞന്മാർ, എഴുത്തുകാർ, അങ്ങനെ പലരും ഈ സൈലൻറ്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ സമയത്ത് ശബ്ദമുയർത്തി. അതായത് അമൂല്യവും പകരം വെക്കാനാകാത്തതുമായിട്ടുള്ള ഒരു ഉഷ്ണമേഖല കാടിൻ്റെ ഒരു തുരുത്ത ഇവിടമെന്നും അവിടെ വംശനാശ ഭീഷണി നേരിടുന്നതായിട്ടുള്ള ഒട്ടേറെ സസ്യജാതികളും ജീവികളും ഒക്കെ ഉണ്ടെന്നും ഒക്കെ പ്രകൃതി സ്നേഹികൾ വാദിക്കുകയാണ് ചെയ്തത്. സൈലൻറ്റ് വാലി സംരക്ഷണം എന്ന ലക്ഷ്യത്തോടു കൂടി കവിത എഴുതിയ സുഗതകുമാരി, ONV കുറുപ്പ് ഒക്കെ നമുക്ക് പരിചയമുള്ളതായ കാര്യമാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ONV കുറുപ്പ് സാറ് എഴുതിയിരിക്കുന്നത്. പരിസ്ഥിതി എന്ന വിഷയം ഉന്നയിച്ച് രചിച്ച ഒരു കവിത, അതാണ് ഭൂമിക്കൊരു ചരമഗീതം. പ്രകൃതിയെ അമ്മയെന്ന് സങ്കല്പിച്ചിട്ട് ചരമഗീതത്തിൻ്റെ ഒരു പൈശാചികതയിൽ മനുഷ്യവർഗത്തിൻ്റെ വിനാശം എന്ന ചിത്രം മെനഞ്ഞെടുത്ത് കാട്ടിയ കവിത. അങ്ങനെയാണ് ഈ കവിത ഒരുക്കിയിരിക്കുന്നത്. ഭൂമിയുടെ യൗവനത്തിൽ തന്നെ ചരമഗീതം പാടി എന്നുള്ളൊരു വിമർശനം തൻ്റെ ഈ കവിതയ്ക്ക് നേരെ വന്നിട്ടുണ്ട്. എന്നാൽ തുടരെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള കടുത്ത വറുതിയിലുണ്ടായതായിട്ടുള്ള ഈ നാശവും കടുത്തതായിട്ടുള്ള വെള്ളപ്പൊക്കം അങ്ങനെയുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കുണ്ടായതായ നാശനഷ്ടങ്ങൾ, ഇതിലൊക്കെ ഈ വിമർശനം അണഞ്ഞുപോയി എന്ന മറുവാദവും ഉണ്ട്. മനസ്സിലായോ? അതായത് ഭൂമിയുടെ യൗവനത്തിൽ തന്നെ കവി എന്തിനാണ് ചരമഗീതം പാടിയത്, അത് ശരിയായില്ല എന്ന് അദ്ദേഹത്തെ വിമർശിച്ച വിമർശകന്മാരുടെ മുൻപിലേക്ക് കടുത്ത വറുതിയും കടുത്ത വെള്ളപ്പൊക്കവുമാണ് നമ്മളെ സമീപിച്ചത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അദ്ദേഹത്തിൻ്റെ ആ ദീർഘദർശനം അല്ലെ അദ്ദേഹം പാടിയതായിട്ടുള്ള ആ ചരമഗീതം അർത്ഥവത്തായി എന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെ കവി മക്കളാൽ അപമാനിക്കപ്പെട്ടതായിട്ടുള്ള ഒരു അമ്മയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മക്കളെ അപമാനിച്ചതായ അമ്മയാണ് ഭൂമി. അണുവായുധ ശേഖരവും പേറി സൗരയൂഥ പെരുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഭൂമിക്ക് അന്ത്യം സംഭവിച്ചേക്കാം എന്നാണ് കവി പറയുന്നത്. ഭൂമിയോടൊപ്പം ആ സമയത്ത് സർവ്വജീവജാലങ്ങളും ചാമ്പലായി പോകാം. അതുകൊണ്ടാണ് ആ സാധ്യതയെ മുൻകൂട്ടി കണ്ടിരുന്നതായിട്ടുള്ള ONV കുറുപ്പ് സാറ് മുൻകൂട്ടി ഭൂമിക്ക് ചരമഗീതം കുറിച്ചു വയ്ക്കുകയാണ്.
കാരണം എന്താണ്? ഒരുപക്ഷെ ഭൂമിയുടെ അവസാനം സംഭവിക്കുമ്പോൾ അതോടൊപ്പം ഈ ഭൂമിയിൽ നമ്മുടെ അമ്മയാകുന്ന ഭൂമിക്ക് ചരമഗീതം പാടുവാൻ ഇവിടെ ആരും അവശേഷിക്കയില്ല. അതുകൊണ്ട് എൻ്റെ ഈ ചരമഗീതം അമ്മേ ഭൂമിദേവി നീ സ്വീകരിച്ചാലും എന്നാണ് കവി ഇവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചില്ലെങ്കിൽ ഭൂമിയുടെ മരണമുണ്ടാവുമെന്നും ഓരോ മനുഷ്യൻ്റെയും നാശത്തിലേക്കുള്ള വഴിയാകുമെന്നുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ കവിതയിലൂടെ കവി. ഭൂമിയെ സംരക്ഷിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് കവി ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കവിതയെപ്പറ്റി നിങ്ങൾക്ക് ഒരു കുറച്ച് ധാരണയുണ്ടായി അല്ലേ? അപ്പോൾ ഇനിയും ഈ കവിത വിശദമായിട്ട് നമുക്ക് പഠിക്കുകയാണ് വേണ്ടത്. കവിതയിലേക്ക് നോക്കി ഒരല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കവിതയിലേക്ക് നോക്കി വായിച്ച് അതിനകത്ത് ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ യഥാർത്ഥമായ ആൻസർ എങ്ങനെ എഴുതണമെന്ന് മനസ്സിലാക്കി വ്യക്തമായിട്ട് പഠിച്ചാൽ ഇത് വളരെ ലളിതമായൊരു കാവ്യമാണ്. ആസ്വാദനത്തിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു കവിതയാണ്. നമുക്ക് വായിച്ചു വരുമ്പോൾ നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് തുല്യം നിൽക്കുന്നതായിട്ടുള്ള ഈ ഭൂമി ദേവത എന്ന് പറയുന്ന അമ്മയെക്കുറിച്ച് നമ്മൾ എന്താണ് പ്രകൃതിയോട് ചെയ്യുന്നത്, അമ്മയെ സംരക്ഷിക്കേണ്ട നമ്മൾ ഭൂമി ദേവതയാകുന്ന അമ്മയോട് എന്താണ് ചെയ്യുന്നത് വിലപിച്ചിരിക്കുകയാണ് കവി ഇവിടെ. ആ വിലാപകാവ്യം നമുക്ക് ആ വിലപിച്ചിരിക്കുന്നതായിട്ടുള്ള ആ വിലാപത്തിലൂടെ അല്ലേ നമുക്കൊന്ന് കടന്നു പോകും. അപ്പം ഞാൻ ചൊല്ലുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇത് നിൻ്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ONV കുറുപ്പ് സാർ തന്നെ പാടുന്നതായിട്ടുള്ള ഗീതം പാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ രാഗവും താളവും എല്ലാം ചേർന്ന് നിങ്ങൾക്ക് കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ എന്താണ് പറയുന്നത്? ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. എന്താ പറയുന്നത്? ഇനിയും നീ മരിച്ചിട്ടില്ല. അതാണ് ഭൂമിയുടെ യൗവനാവസ്ഥയിലാണ് എന്നാണ് നമ്മുടെ ധാരണ അല്ലേ? പക്ഷേ ഭൂമി മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് കവി പറയുന്നത്. ഇനിയും മരിക്കാത്ത ഒരു ഭൂമി നിൻ്റെ ആസന്ന മൃതിയിൽ. ആസന്ന മൃതി എന്ന് പറഞ്ഞാൽ എന്തുവാ? മരിക്കാറായി കിടക്കുന്നതിനാണ് പറയുന്നത്. അതുപോലെ പറയാം, നിൻ്റെ ആസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി. എത്രയും പെട്ടെന്ന് കടന്നു വരാൻ പോകുന്നതായിട്ടുള്ള നിൻ്റെ മരണത്തിൽ നിനക്ക് ആത്മശാന്തി നേരുന്നു എന്ന് കവി പറയുകയാണ് അല്ലേ? ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി, നിനക്ക് ശാന്തി നേരുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് നിൻ്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. കവിയുടെ ദീർഘവീക്ഷണമാണ് നമ്മൾ കാണുന്നത്. നാളെ നിനക്ക് മരണം സംഭവിക്കുമ്പോൾ ഈ ഞാനും ഇവിടെ കാണില്ല അല്ലേ? അതുകൊണ്ട് ഞാൻ നേരത്തെ കവിത എഴുതി വയ്ക്കുകയാണ്, നിനക്ക് വേണ്ടി ചരമഗീതം കുറിക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ? ഇത് നിൻ്റെ ശുശ്രൂഷയ്ക്ക്, നിൻ്റെ ചരമശുശ്രൂഷയ്ക്കുള്ള ഗാനമാണ്. അതുപോലെ തന്നെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതായിട്ടുള്ള എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഗീതമാണ് എന്നാണ് കവി പറയുന്നത്. അപ്പം മനസ്സിലായോ? ഇനിയും മരിക്കാത്ത ഭൂമി നിൻ്റെ ആസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി നേരുന്നു, ഇത് നിൻ്റെ ബ്രാക്കറ്റിൽ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ കുറിച്ച് വെച്ച ഗീതമാണ് എന്ന് പറയുകയാണ് അല്ലേ? ഇനി അടുത്ത വരികളിലേക്ക് നോക്കിക്കേ. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളമരവിക്കേ, ഉയരറ്റ നിൻ മുഖത്ത് അശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ആരും ഈ ഞാനും, ഇത് നിനക്കായി ഞാൻ കുറിച്ചിടുന്നു, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ നിഴലിൽ നീ നാളെ മരവിച്ചു പോകുമ്പോൾ ഉയരറ്റ നിൻ്റെ മുഖത്ത് അശ്രുബിന്ദുക്കൾ കൊണ്ട് ഉദകം പകർന്നിട്ട് വിലപിക്കാൻ ഇവിടെ ആരും അവശേഷിക്കയില്ല എന്നാണ് പറയുന്നത്. ഈ ഞാനും അന്ന് കാണില്ല, അതുകൊണ്ട് ഇന്നേ ഞാൻ നിനക്ക് വേണ്ടി കുറിച്ചിടുന്നു എന്ന് പറയുന്നു. ഇന്ന് ONV കുറുപ്പ് സാർ നമ്മളോടൊപ്പം ഇല്ല അല്ലേ? അപ്പോൾ ONV കുറുപ്പ് സാറും മരിക്കുന്നതിന് മുമ്പ് ദീർഘവീക്ഷണത്തോടു കൂടി ഈ കവിത എഴുതിയിട്ടിരിക്കുകയാണ്
അല്ലേ? ഇന്ന് നമ്മൾ ആ കവിത ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതായിട്ടുള്ള ഒരു വികാരം ഒന്ന് ഓർത്ത് നോക്കിക്കേ. കവി ഇന്നില്ല നമ്മളോടൊപ്പമെങ്കിലും നാളെ നീ ഈ നിഴലിൽ ഭൂമിദേവതയാകുന്ന അമ്മയോട് പറയുകയാണ്, മരണത്തിൻ്റെ കറുത്ത വിഷം വിടർന്ന് മരണത്തിൻ്റെ പിടികളിൽ നീ പെട്ടുപോകുമ്പോൾ, അതിൽ നീ മരവിച്ചങ്ങനെ നിൽക്കുമ്പോൾ, നാളെ സംഭവിക്കുവാനിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് കവി മുന്നിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അതായത് മരണത്തിൻ്റെ കറുത്ത വിഷപുഷ്പം, ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്നതായ മാലിന്യങ്ങൾ, വിഷപ്പുകകൾ, അങ്ങനെയുള്ളതായിട്ടുള്ള മാലിന്യങ്ങൾ മുഴുവൻ കലർന്ന ഈ ഭൂമി നശിച്ചു പോയി കഴിയുമ്പോൾ, ഈ ഭൂമിയിൽ ഉണ്ടാകാവുന്നതായ വിപത്തുകളെ എല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് കവി പറയുന്നത്, മരണത്തിൻ്റെ കറുത്ത വിഷപുഷ്പം, മരണത്തിൻ്റെ കറുത്ത പുഷ്പം. മരണത്തിന്മേൽ നമ്മൾ കൊണ്ട് പുഷ്പങ്ങൾ ചാർത്തി വെച്ചാലും അതിന് ഒരു മനോഹാരിത എന്ന് പറയുന്നത് ആ മരണത്തിൻ്റെ കറുത്ത വിഷമാണ് നമ്മളവിടെ കാണുന്നത്, അല്ലേ? അത് തന്നെയാണ് അവിടെ പറയുന്നത്. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ്റെ നിഴലിൽ നീ നാളെ മരവിച്ച് നിൽക്കുമ്പോൾ, നീ മരിച്ച പരുവത്തിന് നീ ഈ ഭൂമി നിൽക്കുമ്പോൾ, ഉയിരറ്റുപോയതാ ജീവൻ നഷ്ടപ്പെട്ടതായ നിന്റെ മുഖത്ത് അശ്രുബിന്ദുക്കൾ കൊണ്ട്, കണ്ണീർ കണങ്ങളാൽ ഉദകം പകർന്നു വിലപിക്കാൻ, നിനക്ക് കണ്ണീർ പൂക്കൾ പകർന്നുകൊണ്ട് കരയാനായിട്ട് അന്നിവിടെ ആരും കാണത്തില്ല, ഈ പറയുന്ന ഞാനും കാണില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിനക്കായി ഞാൻ ഇപ്പോൾ ഈ മൃതിഗാനം കുറിച്ചിടുകയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി. അപ്പം ഈ ശോകഗാനം ഏതാണ്? ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി. എന്തുകൊണ്ടാണ് കവി ഒരു ചരമഗീതം പാടിയത്? അല്ലെങ്കിൽ ഭൂമിക്ക് വേണ്ടി ഒരു ചരമഗീതം പാടാൻ കവിയെ പ്രേരിപ്പിച്ച സംഗതി എന്താണ്? എന്തുകൊണ്ടാണ് കവി ഒരു ചരമഗീതം പാടിയത്? അതാണ് അവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ചരമഗീതം? കവി പാടിയ ചരമഗീതം ഏത് എന്നും ചോദിക്കുക. ഏതാ? ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി, അല്ലേ? ഇനി എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ ഒരു ചരമഗീതം പാടിയത്? മൃതിയുടെ മരണത്തിൻ്റെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ്റെ നിഴലിൽ നീ നാളെ മരവിച്ചു പോകുമ്പോൾ, ഉയരറ്റ നിൻ്റെ മുഖത്ത് കണ്ണീർ കണങ്ങളാൽ ഉദകം പകർന്ന് വിലപിക്കുവാനായിട്ട് ഇവിടെ ആരും അവശേഷിക്കയില്ല, ഈ പറയുന്ന ഞാനും അവശേഷിക്കയില്ല. അതുകൊണ്ട് തന്നെ നിനക്കായി ഞാൻ ചരമഗീതം കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ONV കുറുപ്പ് സാർ എഴുതുമ്പോൾ ഭൂമിയുടെ മരണം ആസന്നമായിരിക്കുന്നത് കവി അറിയും. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ്റെ നിഴലിൽ ഭൂമി മരവിക്കുമ്പോൾ, നീ മരവിക്കുമ്പോൾ നല്ല എഴുതേണ്ടത് ഭൂമി മരവിക്കുമ്പോൾ, നമ്മൾ ഇൻഡയറക്റ്റായിട്ട് എഴുതണം. ചൈതന്യം നഷ്ടപ്പെട്ട ഭൂമിയുടെ മുഖത്ത് കണ്ണുനീർ തൂകി ഉദകം പകർന്ന് വിലപിക്കാൻ കവി ഉൾപ്പെടെ ആരും ഈ ഭൂമിയിൽ അവശേഷിക്കയില്ല എന്ന സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭൂമിക്ക് ആത്മശാന്തി നേർന്നുകൊണ്ട് കവി ഇവിടെ ചരമഗീതം കുറിക്കുന്നത് എന്നെഴുതണം. ആൻസറായോ? ആ ആൻസർ അങ്ങനെ എഴുതണം. ഇനി തുടർന്ന് എന്താ കാണുന്നത്? പന്തീരുകുലം പെറ്റ പറയിക്കും അമ്മ നീ, എണ്ണിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നൊന്തുപെറ്റു, ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു, പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമിർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി. ഹരിതമൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി, ഒടുക്കത്തെ ദാഹം തിരുഹൃദയ രക്തം കുടിക്കാൻ. ഇഷ്ടവധുവാം നിന്നെ സൂര്യൻ അണിയിച്ചൊര ചിത്രപട കഞ്ചുകം ചീന്തി, നിന്നഗ്നമേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരും ഉതിരമവൻ മോന്തി, ആടിത്തിമിർക്കും തിമിർപ്പുകളിൽ എങ്ങെങ്ങും ആർത്തലയ്ക്കുന്നു മൃതിതാളം. വളരെ ഭംഗിയോടുകൂടി വായിച്ച് ആസ്വദിക്കേണ്ടതായ വരികളാണ്. പന്തീരുകുലം പെറ്റ പറയിക്കും അമ്മ നീ. ഭൂമി ദേവതയോട് കവി പറയുകയാണ്, പന്തീരുകുലത്തിൻ്റെയും അമ്മ നീയാണ്, സർവത്തിൻ്റെയും അമ്മ നീയാണെന്നാണ്. എന്താണ് പന്തീരുകുലത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാവുന്നതായ കാര്യമാണ്.
വിക്രമാദിത്യൻ്റെ സദസ്സിലെ പണ്ഡിതനായ വരരുചി എന്ന ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട പഞ്ചമി എന്ന ഭാര്യയിൽ 12 മക്കളുണ്ടായ കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതായ കാര്യമാണ്. സമൂഹത്തിലെ വിവിധ ജാതി മതസ്ഥർ എടുത്തു വളർത്തിയതായ ഈ 12 കുട്ടികൾ അവരവരുടെ കർമ്മമണ്ഡലത്തിൽ വിദഗ്ധരും ദൈവജ്ഞരുമായി തീർന്നുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ കഥ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കഥയുടെ വിശദാംശങ്ങളിലെല്ലാം കൂടി കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. എല്ലാ 12 മക്കളുടെയും ചരിത്രങ്ങളും 12 മക്കളുടെയും തുടർന്നുള്ളതായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും തുല്യരാണ്, എല്ലാ ജാതി മതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുള്ള ഒരു സന്ദേശമാണ് ഈ 12 പന്തീര് കുലത്തിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എല്ലാവരും. എല്ലാവരുടെയും അമ്മ ആരാണ്? ഭൂമി ദേവതയാണ് അല്ലേ? ആ ഒരു അമ്മ പന്തീരുകുലം പെറ്റ പറയിക്കും അമ്മ നീയാണെന്ന് പറയണം. അതാണ് അതിൻ്റെ അർത്ഥം. പന്തീരുകുലത്തിൻ്റെ അമ്മയായ പഞ്ചമിയുടെ അമ്മയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും വലിയ അമ്മ അല്ലേ? ആ അമ്മയ്ക്ക് താഴെയാണ് എല്ലാ മക്കളും ഭൂമി ദേവതയായ അമ്മയുടെ മക്കളാണ്. എന്നിട്ട് പറയാണ്, എണ്ണിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നീ നൊന്തു പെറ്റു എന്ന് പറയാണ്. ഒരമ്മ നൊന്തു പ്രസവിക്കുന്നത് ഒരേ ഐക്യബോധത്തോടുള്ള മക്കളെയാണെങ്കിൽ ആ അമ്മയ്ക്ക് സന്തോഷമുണ്ടാകും അല്ലേ? 2 മക്കളുണ്ട്, 2 മക്കളും ഒരേപോലെ ചിന്തിക്കുന്നവരും ഒരേപോലെ പെരുമാറുന്നവരും ഒരേപോലെ പ്രവർത്തിക്കുന്നവരും ആണെങ്കിൽ അല്ലേ ആ അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുണ്ടാവും. എന്നാൽ ഒന്നൊന്നിനെ തല്ലുകയും ഒന്നൊന്നിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ആ അമ്മയുടെ ഹൃദയം നോവുകയാണ് അല്ലേ? കാരണം 2 മക്കളിലും പക്ഷാഭേദം കാണിക്കാൻ ഒക്കാതെ നിൽക്കുന്നതായിട്ടുള്ള ഒരമ്മയുടെ മാനസിക വ്യഥയാണ് ഇവിടെ ഭൂമി ദേവതയാകുന്ന അമ്മയ്ക്കുള്ളത് അല്ലേ? എന്താ പറയുന്നത്? എണ്ണിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങുക. അതുകൊണ്ട് എണ്ണിയാൽ തീരാത്ത മനുഷ്യരാണ് ഈ ലോകത്തുള്ളത് അല്ലേ? ആ മനുഷ്യരിൽ ഒരാളോട് ഇണങ്ങുമോ? ഏതെങ്കിലും ഒരു വ്യക്തി വേറൊരാളോട് ഇണങ്ങി കണ്ടിട്ടുണ്ടോ? 2 മനുഷ്യർ കൂടിക്കഴിഞ്ഞാൽ 2 അഭിപ്രായം, 10 മനുഷ്യർ കൂടിയാൽ 10 അഭിപ്രായങ്ങളാണ്, 10 സ്വഭാവ രീതികളാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള മനുഷ്യരാണ് അല്ലേ? എതിർപ്പ് വന്നാൽ ആ നിമിഷം കൊല്ലണമെന്നുള്ള ചിന്തയാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് പന്തീരുകുലം പെറ്റ പറയിക്കമ്മ നീയാണെങ്കിൽ എണ്ണിയാൽ തീരാത്തതായിട്ടുള്ള തങ്ങളിൽ യോജിക്കാത്തതായിട്ടുള്ള സന്തതികളെ നൊന്തുപെറ്റ ഒരമ്മയായിട്ടാണ് ഇവിടെ കവി ആരെ കാണുന്നത്? ഭൂമി ദേവതയെ കാണുന്നത് അല്ലേ? ഇണങ്ങാത്ത മക്കളെ പ്രസവിച്ച ശാപം പേറുന്നതായിട്ടുള്ള ഒരമ്മ അല്ലേ? ഇണങ്ങാത്ത മക്കളെ പ്രസവിക്കുക എന്ന് പറയുന്നത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതം നിറഞ്ഞതായിട്ടുള്ള ഒരവസ്ഥയാണ്. ആ അവസ്ഥയാണ് ഇവിടെ ഭൂമി ദേവതയ്ക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് കവി കേഴുകയാണ് അല്ലേ? പന്തീരുകുലം പെറ്റ പറയിക്കും അമ്മ നീ എണ്ണിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെയാണ് ഭൂമി ദേവത നൊന്തുപെറ്റത് എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഒന്നൊന്നിനെ മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നിന്നു അല്ലേ? ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നതാണ് കാണുന്നത്. ഒരു ജീവജാലങ്ങളിൽ ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നു അല്ലേ? ഭൂമിയുടെ സൗന്ദര്യത്തെ ഇല്ലാതാക്കി ഭൂമിയുടെ തണലിനെ എല്ലാം വെട്ടിമുറിച്ച് എനിക്ക് ആളാവണം, എനിക്ക് വലിയതാവണം എന്നുള്ള എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മുഴുവൻ വെട്ടിമുറിക്കുകയും ഉപദ്രവിച്ച് ഭൂമിയെ നോവിച്ച് അല്ലേ അതിലെ സമ്പന്നതകളെ കൈകടത്തിയെടുത്ത് വലിയവനാകാൻ ശ്രമിക്കുന്നതായിട്ടുള്ള മനുഷ്യരോടാണ് പറയുന്നത് അല്ലേ? അവരെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നും മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത്, മറ്റുള്ളവനെ ഉപദ്രവിച്ചിട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഈ ഭൂമിയിലെ ജനങ്ങളെ കണ്ടിട്ടും കണ്ണാലെ കണ്ടുകൊണ്ട് ഭൂമി ദേവത ഒന്നും മിണ്ടാനൊക്കാതെ നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ കഴിയും? എന്നാൽ ഒരു നിമിഷം എല്ലാം കൂടി ഇടിഞ്ഞ് താഴോട്ടങ്ങ് വീഴുമെന്ന് നമ്മൾ പറയും അല്ലേ? എല്ലാം കൂടെ ഈ ഭൂമി മുഴുവനും കൂടെ അങ്ങ് ഇടിഞ്ഞ് താഴോട്ട് വീണാൽ പിന്നെ അഹങ്കാരം അങ്ങ് നിൽക്കുമല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമെങ്കിലും അമ്മയ്ക്കതിന് കഴിയും. ഭൂമി ദേവത താഴെ വീഴുന്നില്ല അല്ലേ? നശിച്ചു പോകുന്നില്ല, നശിപ്പിക്കുന്നില്ല ഒന്നും. എല്ലാം വെള്ളപ്പൊക്കം വന്നാലും പിന്നെ കൊടുങ്കാറ്റ് വന്നാലും കൊറോണ വന്നാലും എല്ലാം ശാന്തമാക്കി ഭൂമി ദേവത നമ്മളെ കാത്തുകൊണ്ടേയിരിക്കുകയാണ്.
ഭൂമി ദേവതയുടെ സ്നേഹം കൊണ്ടാണ്, അല്ലെ കരുതൽ കൊണ്ടാണ് നമ്മൾക്ക് വീണ്ടും ജീവിക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ മറ്റൊരുത്തരും ദുഃഖം പങ്കിടാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് തന്നെ ആ അമ്മ അങ്ങനെ നിൽക്കുകയാണ്. ഭൂമി ദേവത കരയുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ പറയത്തില്ല ഭൂമി ദേവത, ഈശ്വരന്മാർ കരയുന്നു നമ്മുടെ ഈ ഈ അവസ്ഥ കണ്ടിട്ട്, മനുഷ്യൻ്റെ ഈ ദുഷ്പ്രവർത്തി കണ്ടിട്ട് ഭൂമി ദേവത ഈശ്വരന്മാർ പോലും കരയുന്നെന്ന് നമ്മൾ പറയും, അല്ലേ? ഈശ്വരന്മാർ കരയുന്നെന്ന് പറഞ്ഞാൽ ഈ ഭൂമി ദേവത കണ്ണീരൊഴുക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ ക്രൂരപ്രവർത്തികളൊക്കെ കണ്ടുകൊണ്ട് തന്നെ, അല്ലേ? അപ്പോഴും നമുക്ക് വേണ്ടി സർവം സഹയായി നിൽക്കുകയാണ്. എല്ലാം സഹിക്കുന്ന ഭൂമി ദേവതയുടെ സർവം സഹയായ ഭൂമി ദേവത ഭൂമിയുടെ വേദന ഒപ്പിയെടുക്കുന്നതായിട്ടാണ് ഇവിടെ കവി അവതരിപ്പിച്ചിരിക്കുന്നത്. ഭൂമിയുടെ വേദനയും സ്വന്തം ഉള്ളിലേക്ക് സഹിച്ചുകൊണ്ട്, അല്ലേ, ഒരുവരും കാണാതെ എന്നാണ് പറയുന്നത്. ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നിന്നു. സർവം സഖയായ ഭൂമിയുടെ ലക്ഷണമാണത്, അല്ലേ? പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമിർക്കവേ, ഭൂമി ദേവതയെ കൂടി തിന്ന് അവർ തിമിർത്ത് കൊഴിക്കുകയാണ്. ഭൂമി ദേവതയുടെ സൗന്ദര്യം കൂടി നശിപ്പിക്കുകയാണ്. മരച്ചില്ലകളൊക്കെ വെട്ടിക്കളഞ്ഞ് പച്ചപ്പിനെയൊക്കെ തകർത്ത് സൗന്ദര്യങ്ങളെയൊക്കെ നശിപ്പിച്ച് ആറിനെയും പുഴയും ഒക്കെ വറ്റി വരളിപ്പിച്ച്, അല്ലയോ, നശിപ്പിച്ച് നാറാണക്കല്ലാക്കുക ജനങ്ങളും ഭൂമിയെ, അല്ലേ? എന്നിട്ടും വിലക്കാതെ, അരുതേ എന്ന് പോലും പറയാൻ സാധിക്കാം. അരുതേ എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കുന്നുണ്ടോ? ഭൂമി ദേവതയുടെ ആ അരുതേ എന്നുള്ള വിളി നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പോഴും സർവം സഹയായി തന്നെ നമ്മളെ പരിപാലിച്ചുകൊണ്ട് തന്നെ ഭൂമി ദേവതയെ അങ്ങനെ നിൽക്കുകയാണ്, അല്ലേ? നമ്മൾ കൊറോണ വന്ന് വീട്ടിനകത്തിരുന്നിട്ടും നമുക്കെന്ത് കിട്ടുന്നുണ്ട്? റേഷ്യനായിട്ട് ഇഷ്ടം പോലെ പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? എവിടെ നിന്നാണ്? ഭൂമി ദേവത നൽകുന്ന പ്രകൃതി സമ്പത്ത് ഒരിടത്തല്ലെങ്കിൽ ഒരിടത്തുണ്ട്, അല്ലേ? അവിടെ നിന്ന് നമുക്ക് സർക്കാരായാലും എങ്ങനെയായാലും നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഭൂമി ദേവത നമ്മളെ കാത്തു സംരക്ഷിച്ച് പട്ടിണിയാക്കുന്നില്ലല്ലോ നമ്മളെ. ഇത്രയൊക്കെ പ്രയാസത്തിലിരുന്നാലും വീടിനകത്താണെങ്കിലും നമുക്ക് ആഹാര സാധനങ്ങളൊക്കെ എത്തിച്ചേരുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഭൂമി ദേവത നമുക്ക് ഇന്നും തരുന്നതിലൊന്നും, കനിഞ്ഞു തരുന്നതിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? അപ്പോൾ ഭൂമി ദേവത കരുതുന്നുണ്ട്. നല്ല ചൂടും നല്ല തണുപ്പും ഒക്കെ ആവശ്യത്തിന് നമ്മൾ ഈ പറയും, അയ്യോ പിന്നെ ഒന്നുമില്ലല്ലോ, ഭയങ്കര മഴയാണല്ലോ, ഭയങ്കര ചൂടാണല്ലോ എന്നൊക്കെ നമ്മൾ പരാതി പറയും. ചൂട് കൂടിയാൽ ഉടനെ പറയും എന്തോരു ചൂടാ എന്ന് പറയും, അല്ലേ? ചിലപ്പം മഴ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓ എന്തൊരു മഴയാണ്, ഇതൊന്നൊന്ന് തോർന്നിരുന്നേലെന്ന് പറയും. ഇങ്ങനെയൊക്കെ പരാതി പറയുന്നുണ്ടെങ്കിലും കാലത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഭൂമി ദേവതയുടെ കരുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാം കൂടെ അളർന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് താഴെ വീഴുന്നില്ലല്ലോ, നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നുണ്ടല്ലോ. അത്രയും തൃപ്തി നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് കവി നമ്മളോട് ഉപദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമിർക്കവേ അഹങ്കരിക്കവേ ഒന്നും വിലക്കാതെ, ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി. ഭൂമി ദേവതയുടെ സർവം സഹിക്കുന്നതായിട്ടുള്ള ശക്തിയാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ ഒരൊറ്റപ്പദം ചോദിക്കാൻ പറ്റുന്നുണ്ട്, സർവം സഹിക്കുന്നവൾ ആരാണ്? സർവം സഹ, അല്ലേ? അപ്പം ഭൂമി ദേവതയാണത്. പക്ഷെ നമ്മൾ ഒറ്റപ്പദം എഴുതുമ്പം സർവം സഹിക്കുന്നവൾ സർവം സഹ എന്ന് എഴുതണം. ഈ ഭാഗത്ത് നിന്നും നമുക്ക് ഒരു ചോദ്യം കൂടി പ്രതീക്ഷിക്കാൻ സാധിക്കും. അതായത്, നിന്നു നീ സർവം സഖയായി, ആരാണ് നിന്നത്, എപ്പോഴാണ്? ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നിന്നു നീ സർവം സഖയായി, അണ്ടർലൈൻ ചെയ്തോണം കേട്ടോ. അപ്പോൾ നമ്മളെന്താണ് പറയുന്നത്? ആരാണ് അസർവം സഖയായി നിന്നത്? ഭൂമി ദേവത. എപ്പോഴാണ് നിന്നത്? അവളോട് ഇപ്രകാരമൊക്കെ അവളുടെ മക്കൾ പെരുമാറിയപ്പോൾ എന്ന് പറയണം, അല്ലേ? അതൊരൊറ്റ വാക്കില്ല. അപ്പം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഭൂമിയുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് കവി ഭൂമി എന്ന അമ്മയുടെ ദയനീയമായ സ്ഥിതി വിവരിക്കുമ്പോൾ, എല്ലാ കുലത്തിനും അമ്മയായ ഭൂമി തങ്ങളിലിണങ്ങാത്ത സന്താനങ്ങളെ നൊന്തുപെറ്റു ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കാണാനിടയായെങ്കിലും മറ്റാരും കാണാതെ കണ്ണീരൊഴുക്കിയതിനപ്പുറം പ്രതികരിക്കാനാവാതെ നിൽക്കുകയാണ്. പിന്നെ ഒന്നും വിലക്കാനാവാതെ അവർ തിമിർത്ത് ആടിയപ്പോഴും, അമ്മയായ ഭൂമിയെ അല്പാൽപമായി തിന്ന് അവർ തിമിർത്തപ്പോഴും വിലക്കാനാവാതെ ഭൂമിക്ക് സർവം സഹയായി നിൽക്കേണ്ടി വന്നു. സർവം സഹ എന്നാൽ എന്തും സഹിക്കുന്നവൾ എന്നാണ് അർത്ഥം എന്ന് പറയണം.
മനുഷ്യൻ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തന്നെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും അത് സഹിക്കുകയല്ലാതെ ഭൂമിക്ക് മറ്റു വഴിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആൻസർ അവസാനിപ്പിക്കണം. അത്രയും കാര്യം ആൻസറിൽ എഴുതണം. ഭൂമിയുടെ ഒരു പര്യായം കൂടിയാണ് ഈ സർവം സഹ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർവം സഹിക്കുന്നവൾ സർവം സഹ എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിന് ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനിയും ബാക്കിയുള്ള ഭാഗം ഹരിത മൃദു കഞ്ചകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹം ഉണ്ടായി, ഒടുക്കത്തെ ദാഹം. എന്താണത്? തിരുഹൃദയ രക്തം കുടിക്കാൻ. ഇനിയും ഈ തിമിർത്തവർക്ക്, ഈ അഹങ്കരിച്ചവർക്ക് ഉണ്ടായ ഒടുക്കത്തെ ഒരു ദാഹത്തെക്കുറിച്ച് പറയുകയാണ്. അവർ ചെയ്തതായിട്ടുള്ള ഒരു ക്രൂര പ്രവൃത്തിയെക്കുറിച്ച്, മനുഷ്യൻ ഭൂമിദേവതയോട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ക്രൂര പ്രവർത്തനത്തെക്കുറിച്ചും അവർക്കുണ്ടായതായ ഒടുക്കത്തെ ദാഹത്തെക്കുറിച്ചുമാണ് തുടർന്നുള്ള വരികളിൽ പറയുന്നത്. അതുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.